ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു മധുരമാണ്. ഇതൊരു സ്പെഷ്യലായിട്ടുള്ളൊരു മധുര വിഭവമാണ്. ഹൽവ ഇഷ്ടമല്ലാത്ത ആരാണ് അല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണ്. മധുരപ്രിയർക്കല്ല ഹൽവ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, നാവിൽ കപ്പലോടും. അപ്പോൾ നമുക്കൊരു വെറൈറ്റി ഹൽവ ആയാലോ? എപ്പോഴും പലതരം ഹൽവ നമ്മൾ കഴിക്കാറുണ്ട്, വാങ്ങാറുണ്ട്, ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇന്നൊരു പുതിയ ഹൽവയാണ്. ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ന്യൂജൻ സ്റ്റൈലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൽവയും ഒരു വെറൈറ്റി ആയിക്കോട്ടെ. ഇത് നമ്മുടെ സ്ട്രോബെറി ഹൽവ. അപ്പോൾ സ്ട്രോബെറി ഇപ്പോൾ ഇഷ്ടംപോലെ നാട്ടിൽ ഫ്രഷ് സ്ട്രോബെറീസ് കിട്ടുന്നുണ്ട്, സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ വാങ്ങാൻ കിട്ടും. അങ്ങനെ വാങ്ങി അതിൽ നിന്നും ഒരു സ്ട്രോബെറി പ്യൂറി ഉണ്ടാക്കി നാച്ചുറലായിട്ട് നമ്മൾ ആ സ്ട്രോബെറിയെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചു കഴിഞ്ഞാൽ, ചെറിയ പീസസ് ആക്കിയിട്ട് മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സത്ത് കിട്ടും. അതങ്ങനെ ശരിക്കും അത് ഇങ്ങനെ എന്താ പറയുക, സ്ട്രോബെറി പേസ്റ്റോ അല്ലെങ്കിൽ സ്ട്രോബെറി പ്യൂറി ആയിട്ട് തന്നെ വരും. അതാണ് നമുക്ക് വേണ്ടത്. അത് വെച്ചിട്ടൊരു ഹൽവ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ട്രോബെറി ഹൽവ ചേരുവകൾ: സ്ട്രോബെറി പ്യൂറി 1 കപ്പ്, പഞ്ചസാര 1.5 കപ്പ്, കോൺഫ്ലവർ 1/2 കപ്പ്, വെള്ളം 2 കപ്പ്, ഏലക്ക പൊടിച്ചത് 1/2 ടീസ്പൂൺ, നെയ്യ് 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ, അണ്ടിപ്പരിപ്പ് 25 ഗ്രാം. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറീസ് ഒരു ബോക്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇത്രയും വരും, ഒരു 200 ഗ്രാംസോളം അതെടുക്കുക. കഷ്ണങ്ങളാക്കി മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തു. അപ്പോൾ നല്ല അതിൻ്റെ നാച്ചുറൽ കളറും നാച്ചുറൽ മണവുമാണ്. സ്ട്രോബെറിക്കൊരു മണമുണ്ടല്ലോ, ആഹാ! സ്ട്രോബെറി എന്ന് പറഞ്ഞാൽ എന്താ, നല്ല മണമാണ്. സ്ട്രോബെറി എസെൻസിൻ്റെ മണമാണ് ഫ്രഷ് സ്ട്രോബെറിക്ക്. അതിൻ്റെ മണവും കളറും, ഇതിലൊരു ആർട്ടിഫിഷ്യൽ കളറും ഇല്ല. അപ്പോൾ നമ്മുടെ ഹൽവയ്ക്ക് നല്ല പിങ്ക് സ്ട്രോബെറി കളറായിരിക്കും. അപ്പോൾ നമ്മൾ ഹൽവ തയ്യാറാക്കുന്നതിന് മുമ്പ് ഒരു കാര്യം എന്താണ്, സ്ട്രോബെറി പ്യൂറി റെഡിയാക്കി വെച്ചു. ഇനി വേണ്ടത് കോൺഫ്ലവറാണ്. കോൺഫ്ലവർ 1/2 കപ്പ് കോൺഫ്ലവർ എടുക്കുക. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി എക്സ്ട്രാ ചേർക്കുക. അപ്പോൾ 1/2 കപ്പ് കോൺഫ്ലവർ പ്ലസ് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 കപ്പ് വെള്ളം. അപ്പോൾ അതിലേക്കിട്ട് യോജിപ്പിക്കും, നമുക്കൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ആദ്യം എന്താ വേണ്ടത്, നമ്മൾ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കും. അപ്പോൾ ഇത് 1/2 കപ്പ് കോൺഫ്ലവറും അതിൻ്റെ കൂടെ ഞാൻ 1 ടേബിൾ സ്പൂൺ എക്സ്ട്രാ കോൺഫ്ലവറും കൂടി ചേർത്ത് 2 കപ്പ് വെള്ളത്തിൽ കലക്കിയതാണ്. ഇനി നമ്മൾ പാത്രം അടുപ്പിലേക്ക് വയ്ക്കുന്നു. ഇതിനകത്തേക്ക് സ്ട്രോബെറി പ്യൂറി, അതിനൊക്കെ പഞ്ചസാര 1/2 കപ്പ് പഞ്ചസാര. ഇനി ഇത്ര മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ 1 കപ്പ് പഞ്ചസാര ആയാലും മതി. പക്ഷേ സ്ട്രോബെറിക്ക് ചെറിയൊരു പുളിയും കൂടി ഉണ്ട്, അതുകൊണ്ടാണ് പഞ്ചസാരയുടെ അളവിച്ചിട്ട് ഞാൻ കൂട്ടിയത്. വേണം നിർബന്ധമില്ല, 1.25 ആയാലും മതി. 1 കപ്പ് മുതൽ 1.25 കപ്പ് ആയാലും മതി. ഇനി 2 കപ്പ് വെള്ളം. ആ വെള്ളത്തിൽ നമ്മൾ കോൺഫ്ലവർ കലക്കിയതാണ്. ഇനി നമ്മൾ കുറച്ചുകൂടെ തീ ഒരൽപ്പം ഇടത്തരം തീയിലേക്ക് മാറ്റുന്നു. എന്നിട്ട് കൈ എടുക്കാണ്ട് ഇളക്കണം. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് കുറുകി ടൈറ്റായിട്ട് വരും. കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട്, അപ്പോൾ ആ പിങ്ക് കളറോട് കൂടി നമ്മളിതിങ്ങനെ ടൈറ്റാകും. ഇതൊന്ന് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് നന്നായിട്ടൊന്ന് വെന്തിട്ട് പെട്ടെന്ന് തന്നെ ഇത് ടൈറ്റായി തുടങ്ങും. വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് സ്ട്രോബെറിയുടെ കൂടെ ചേർന്ന് അതെല്ലാം കൂടി ഒരു പാകത്തിനാകും. പിന്നെ ഏതാണ്ട് ടൈറ്റായി കഴിഞ്ഞിട്ട് നമ്മൾ കുറേശ്ശെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ധാരാളം മതിയാവും. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി. അപ്പോൾ നമ്മളൊരു ഹൽവ നാടൻ രീതിയിലല്ലേ ചെയ്യുന്നത്, അപ്പോൾ ഒരു ഏലക്കാപ്പൊടി തന്നെയാണ് അതിൻ്റെ ആണ്. ഇതൊരു വ്യത്യസ്തമായൊരു പരിഷ്കൃതമായൊരു വിഭവമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ സ്ട്രോബെറി എസെൻസ് ആയാലും മതി. എന്തായാലും സ്ട്രോബെറിയുടെ ഒരു മണമൊക്കെ ഉണ്ട്, അതിന് എസെൻസിൻ്റെ പ്രത്യേകിച്ച് ആവശ്യമില്ല. എങ്കിലും ഇതിൻ്റെ നല്ല കോമ്പിനേഷൻ ഞാൻ നോക്കിയപ്പോൾ ഏലക്കാപ്പൊടി തന്നെയാണ്. അപ്പോൾ സ്ട്രോബെറി അരച്ചിട്ട് ഞാൻ അരിച്ചൊന്നും എടുത്തിട്ടില്ല, അത് അങ്ങനെ തന്നെ ഇതിനകത്തേക്ക് ചേർത്തിരിക്കാം. ഇപ്പോൾ കുറേശ്ശെ ഇങ്ങനെ ടൈറ്റായി തുടങ്ങി. ഇത് അധിക സമയമല്ല, 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഹൽവ തയ്യാറാക്കാം. കണ്ടില്ലേ, ഇപ്പോൾ തന്നെ ഇങ്ങനെ ടൈറ്റായി വരുന്നു. നമ്മൾ കുറച്ച് നെയ്യ് സ്റ്റാർട്ട് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം ആദ്യം. ഒരു ഗ്ലാസ് ഫിനിഷായിട്ട് വരും ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇപ്പോൾ ചേർത്തത്. അങ്ങനെ 1 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ. പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പാകം എന്ന് പറഞ്ഞാൽ പാത്രത്തിൽ കിടന്ന് ഓടാൻ തുടങ്ങും. ദേ നോക്കൂ, ഓടി തുടങ്ങി. ഇനി ഇതിലേക്ക് ഏലക്കയുടെ
മണം വേണ്ടേ? ഏലക്കാപ്പൊടി 1/4 ടീസ്പൂൺ ചേർക്കാം. ഇപ്പോഴാണ് ശരിക്കും ഹൽവയുടെ മണം വന്ന് തുടങ്ങിയത്. നമ്മൾ ഈ ഏലക്കാപ്പൊടി പായസത്തിലിടുമ്പോഴും അതുപോലെയാണ്. ആ പായസത്തിൻ്റെ മണം എന്ന് പറയുന്ന ആ ഏലക്കയുടെ ഒരു മണമാണ്. അപ്പോൾ ഒരു പാത്രം ഇവിടെ റെഡിയാക്കി വെക്കണം. ഒരു പ്ലേറ്റോ ഒരു ട്രേയോ എന്തെങ്കിലും ഒരു കാര്യം നെയ്യ് തടവി ഇങ്ങനെ വയ്ക്കുക. ഞാനൊരു സ്റ്റീൽ പ്ലേറ്റാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അതിലേക്കാണ് നമ്മൾ ഹൽവ പാകമായി കഴിഞ്ഞാൽ അതിലേക്ക് മാറ്റണം. 3 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്തു. അപ്പോൾ 3 ടേബിൾ സ്പൂൺ നെയ്യ് ടോട്ടൽ. ഞാൻ തവി ഒന്ന് മാറ്റി കുറച്ച് പരന്നൊരു തവിയാക്കി. ഇതാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഓടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ സ്ട്രോബെറി ഹൽവ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്നു. ഇനി പാത്രത്തിൽ നിന്ന് മാറ്റിയാൽ മാത്രം മതി. നമ്മുടെ നെയ്യ് എടുത്ത സ്പൂൺ കൊണ്ട് ഞാനൊന്ന് തടവി കൊടുക്കും. അപ്പോൾ നല്ല ലെവലായി ഒരു മിറർ ഫിനിഷ് വന്നില്ലേ? ഇനി ഇതിലെ മുകളിൽ അലങ്കാരമായിട്ട് അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ നിരത്തി കൊടുക്കാം. അങ്ങനെ സ്ട്രോബെറി ഹൽവ റെഡിയായി കഴിഞ്ഞു. ഇതൊന്ന് തണുക്കാനുള്ള സമയം മാത്രം മതി. ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. എന്തായാലും 15 മിനിറ്റ് സമയം മതി അടുപ്പിലേക്ക് കയറ്റി കഴിഞ്ഞാൽ. സ്ട്രോബെറി ഒന്ന് പ്യൂറി ചെയ്തെടുക്കുന്ന സമയമല്ലാണ്ട് എത്ര നിസ്സാരമായിട്ട് നമുക്കൊരു 20 മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു ഹൽവയാണ്. പിന്നെ ഒരു കൂളിംഗ് ടൈം മാത്രമേ ആവശ്യമുള്ളൂ അത് കഴിഞ്ഞാൽ. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ, എന്നിട്ട് കട്ട് ചെയ്യാം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് വളരെ നാടനായിട്ടുള്ള ഒരു വിഭവമായിരുന്നു, നമ്മളുടെ കോഴി തീയൽ. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കണം. രണ്ടാമത് കാണിച്ചതും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു സ്വീറ്റ് ഡിഷാണ് നമ്മളുടെ എന്ത് ഹൽവയായിരുന്നു? സ്ട്രോബെറി ഹൽവ. അപ്പോൾ തീർച്ചയായിട്ടും അതും പരീക്ഷിക്കുക. ഇവ 2 വിഭവങ്ങളും പരീക്ഷിക്കുക. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.